കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി. അതായത് കോയമ്പത്തൂരിൽ വലിയ ആഘോഷ പരിപാടികളാണ് ശിവരാത്രിയോടനുബന്ധിച്ച് നടന്നത്. മുമ്പ് മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? DK ശിവകുമാർ BJP-യിലേക്കാണോ? അതും ഒരു ചോദ്യമാണ്. BJP അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശിവകുമാറിനെ. കാരണം സനാതനിയാണല്ലോ ശിവകുമാർ. അതെ, ശിവകുമാർ മുമ്പ് തന്നെ നമ്മുടെ തളിപ്പറമ്പിലോ കാസർഗോട്ടുള്ള ഒരു അമ്പലത്തിലൊക്കെ അത് വന്നിരുന്നു. കുടുംബസമേതാണ് കുംഭമേളയ്ക്ക് പോയി സ്നാനം ചെയ്തത്. നല്ല സനാതന കുടുംബമാണതപ്പോ. അതെ, ഏതോ കൂടോത്ര പരിപാടികളൊക്കെ കണ്ണൂരിലൊരു കാസർഗോഡ് ഒരു മറ്റേ സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ തളിപ്പറമ്പ് അടുത്താണെന്നോ മറ്റൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അത് കോൺട്രവേഴ്സി ആയത്. അപ്പൊ തളിപ്പറമ്പിലെ ക്ഷേത്രങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു. അവിടെ എവിടെയോ ഇങ്ങനെ കൂടോത്ര പരിപാടികൾ ഞങ്ങളൊന്നും അവിടെ ഇല്ല, അങ്ങനൊന്നും ഇല്ല എന്ന് കുമാരസ്വാമി നടത്തുന്നതായിട്ട് ശിവകുമാർ അല്ലേ അന്ന് ആരോപിക്കുകയോ അങ്ങനെ എന്തോ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ള രീതി വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ അതോ കുമാരസ്വാമി ഇങ്ങനെ ചെയ്തതായിട്ട് ശിവകുമാർ ആരോപിക്കുകയോ പരസ്പര ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോ മറ്റേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവര്. ഭക്തി പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ട്. അപ്പൊ DK ശിവകുമാർ മറ്റേ സദ്ഗുരു ക്ഷണിച്ചിട്ടാണ് പോയത്. ആ ക്ഷണപത്രിക DK ശിവകുമാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സില്, ഇങ്ങനെ ക്ഷണിക്കുന്നതൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ശിവകുമാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദി പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എന്നെ ഇങ്ങനെ വിളിച്ചതിലും നന്ദി, ആത്മീയ രാത്രിയുടെ ഊർജം ഞാൻ നുകരട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് DK ശിവകുമാർ ഇട്ടു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ AICCയുടെ സെക്രട്ടറി ഡൽഹിയിലിരിക്കുന്ന PV മോഹൻ ഇതിനെ വിമർശിച്ചിട്ട് മറ്റേ പത്രങ്ങൾക്ക് പ്രതികരണം കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശിവകുമാറിനെ ടാഗ് ചെയ്തിട്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ സത്തയ്ക്ക് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ശിവകുമാർ ഈ സന്ദർശനം വഴി. ഇറ്റ് ഹാസ് ഡാമേജ് ദി കോർ ഓഫ് ദി പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സത്തയ്ക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ വേദിയിൽ DK ശിവകുമാറിന്റെ കൂടെ സദ്ഗുരു മാത്രമല്ല അമിത്ഷായും ഉണ്ടായിരുന്നു. അമിത്ഷാ ഉണ്ടായിരുന്നു. എന്നിട്ട് ശിവകുമാറിനെ ടാഗ് ചെയ്തിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചയാൾക്ക് നന്ദിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് മോഹന്റെ ഈ വിമർശന AICC സെക്രട്ടറി മോഹന്റെ വിമർശനക്കുറിപ്പില് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചയാൾക്ക് നന്ദിയോ? എപ്പോഴെങ്കിലും പരിഹസിച്ചിട്ടുണ്ടാവും സദ്ഗുരു. ജഗ്ഗി വാസുദേവ്. ഈ ശിവകുമാർ ഉപമുഖ്യമന്ത്രി മാത്രമല്ല, അവിടുത്തെ PCC പ്രസിഡന്റുമാണ്. അതും KPCC ആണല്ലോ, കർണാടക. അതിന്റെ പ്രസിഡന്റുമാണ്. അപ്പോൾ ഒരു സെക്യുലർ പാർട്ടിയുടെ പ്രസിഡന്റ് ഇങ്ങനെ പെരുമാറാമോ? RSS ആഖ്യാനങ്ങളെ പിന്തുണയ്ക്കുന്നയാളാണ് ജഗ്ഗി വാസുദേവ്. ഈ മോഹൻ പറയുക എന്ന് പറഞ്ഞാൽ ജഗ്ഗി വാസുദേവ് സദ്ഗുരു RSSകാരനാണെന്ന് എന്ന് ആരോപിക്കുന്നു കോൺഗ്രസ്. അണികളെ വഴിതെറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ശിവകുമാർ ചെയ്തത്. ഈഷ ഫൗണ്ടേഷന്റെ മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തിട്ട് ഈ ഫാൽഗുന മാസത്തിൽ വരുന്ന ശിവരാത്രിയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. 12 മാസവും ശിവരാത്രി വരുന്നുണ്ട്. ആ തിഥി വരുന്നുണ്ട്. ഈ ഫാൽഗുന മാസത്തിൽ വരുന്നതാണ് മഹാശിവരാത്രി. അതാണ് ഈ കൊണ്ടാടുന്നത് എല്ലാവരും. അപ്പോൾ നിശ്ചയദാർഢ്യമാണ്, ഒത്തുതീർപ്പല്ല കോൺഗ്രസിനെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇയാള് DK ശിവകുമാർ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ RSSുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നു. അതുകൊണ്ടാണ് RSSകാരനായ ജഗ്ഗി വാസുദേവന്റെ അടുത്ത് പോയിരിക്കുന്നത് എന്നാണ്. അപ്പൊ DK ശിവകുമാർ പോയതോടുകൂടി ജഗ്ഗി വാസുദേവും RSSകാരനായി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ
മോഹനോടൊപ്പം ഒരു പത്രം പ്രതികരണം ഈ പോസ്റ്റ് ഇട്ട ശേഷം ചോദിച്ചു. അപ്പം മോഹൻ പറഞ്ഞു, ഞാൻ DK ശിവകുമാറിനെ വിമർശിക്കുകയല്ല, പക്ഷെ ശിവകുമാറിന്റെ പ്രത്യയശാസ്ത്രത്തെയാണ് ഞാൻ വിമർശിക്കുന്നത്, സമീപനങ്ങളെ ആണ് വിമർശിക്കുന്നത്. ഈ ജഗ്ഗി വാസുദേവ് BJPയുടെയും RSSന്റെയും കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. ഞങ്ങൾ ആ പ്രസ്ഥാനങ്ങളോട് എതിരുള്ളവരാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, RSSന്റെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നവർ പാർട്ടി വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഹൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? DK ശിവകുമാർ പാർട്ടി വിട്ടു പോകണം. അങ്ങനെയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിക്കോട്ടെ, മോഹൻ തുടർന്ന് പറയുന്നു. പക്ഷേ ഈ PCC പ്രസിഡന്റ്, ഉപമുഖ്യമന്ത്രി എന്നീ നിലകളിലുള്ള ആള് പാർട്ടി മൂല്യങ്ങൾ പ്രതിഫലിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഹൈക്കമാൻഡ് അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കുമല്ലോ ഇത് ചെയ്തത്. AICC ഓഫീസിൽ ഇരിക്കുന്ന ആളാണ് മോഹൻ. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചെയ്തത്. അപ്പോൾ രാഹുലിൻ്റെ അഭിപ്രായം ശിവകുമാറിനെ പറ്റി ഇതായിരിക്കും. ഇപ്പോൾ ഈ 2 സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് PCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ആരവമുണ്ട്. ഇപ്പോൾ രാഹുൽ ദേശീയ നേതാവാണ്, ഷാ വെറുപ്പിന്റെ പ്രതീകമാണ് മോഹൻ പറയുക. അപ്പോൾ പരസ്യമായി ഇങ്ങനെ നന്ദി പ്രകാശിപ്പിച്ചത് ശരിയായില്ല. സദ്ഗുരുവിന് RSSന്റെ യോഗമായിരുന്നു അവിടെ നടന്നത്, അതിൽ പങ്കെടുത്തത് ശരിയായില്ല. എന്താ സംബന്ധമാണല്ലേ? മഹാശിവരാത്രി യോഗം എങ്ങനെയാണ് RSSന്റെ മീറ്റിംഗ് ആകുന്നത്? അപ്പോൾ ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ശിവകുമാർ വേറൊത്തിരിയും കൂടി കടത്തി പറഞ്ഞു, നമ്മുടെ ഗാർഗയുടെ പേരിലും മല്ലികാർജുൻ എന്നുണ്ടല്ലോ. അപ്പോൾ അതും ഹൈന്ദവ പ്രതീകമായിട്ടാണല്ലോ, മല്ലികയും അർജുനും ചേർന്ന പേരിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടും കൂടി ചേർന്ന് ആണ് ഇരിക്കുന്നത്. അപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും ഈ പ്രയാഗ്രാജിൽ DK ശിവകുമാർ പോയതിനെ വിമർശിച്ചിരുന്നു. അന്ന് പോയത് ശരിയായില്ല എന്ന് വിമർശിച്ചിരുന്നു. കുംഭമേളയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ കുംഭമേളയ്ക്ക് പോകാത്തതിനെ BJPക്കാരും വിമർശിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഫെബ്രുവരി 20-ന് 21-നും റായ്ബറേലിയിൽ ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അപ്പൊ പ്രയാഗ്രാജിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, പോയില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് എന്താണ്, സ്വന്തമായിട്ട് ഹിന്ദു എന്ന് തോന്നുന്നുണ്ടാവില്ല, DK ശിവകുമാറിന്റെ പോലെ തോന്നുന്നുണ്ടാവില്ല. കാരണം ഇവര് തലമുറകളായി ഒരു പന്തം അല്ലേ, തീപ്പന്തം കൈമാറുന്നുണ്ടല്ലോ, ദീപശിഖ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാബൂളിൽ പോയിട്ട് ഖബറിൽ പോയി വണങ്ങുക. ഈ പണി രാഹുൽ ഗാന്ധിയും ചെയ്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മുതൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇതൊക്കെ നട്ടൂർ സിംഗിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കൂടെ പോയി എന്തിന് ബാബറിന്റെ ഖബറിൽ ഇവർ തലമുറകളായി എന്തിന്, എന്താണ് അതിന്റെ പിന്നിലുള്ളത്? അപ്പോ രാമക്ഷേത്രത്തിൽ ഇവർ പോയില്ല അഭിഷേകത്തിന്, അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോയിട്ടില്ല. പക്ഷേ ഈ അജയ് റായ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ PCC പ്രസിഡന്റ് അജയ് റായ് ആണ് മോദിക്കെതിരെ വാരാണസിയിൽ സ്ഥാനാർത്ഥിയായിരുന്നത്. അജയ് റായ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തു, ഇത് പിന്നെ ഗാന്ധി കുടുംബത്തിന് കൂടി വേണ്ടിയായിരുന്നു, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൂടി വേണ്ടിയാണ് ഞാൻ പോയി അവിടെ മുങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അജയ് റായ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, സോണിയാഗാന്ധിയുടെ കാര്യം വിടാം, അവർ ലാറ്റിൻ കാത്തലിക് ആണല്ലോ. മറ്റേ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയും കൂടി പറഞ്ഞിട്ട് ആണോ ഈ അജയ് റായ് പോയി സ്നാനം നടത്തിയത്? കാരണം അതിൻ്റെ ഒരു പുണ്യം വേണ്ടെന്ന് വെക്കേണ്ടല്ലോ. അതെ, ഇവർ പൂണൂലിട്ട ബ്രാഹ്മണരാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ മറ്റേ അത് വേണ്ട എന്ന് വെക്കണ്ടല്ലോ. അതെ. അപ്പോൾ പുണ്യം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി
ഒന്ന് മുങ്ങിക്കോ. മുങ്ങിക്കോ. ചില ആളുകൾ എനിക്ക് വേണ്ടി റീത്ത് വെക്കൂ എന്നൊക്കെ പറയില്ല. അതെ, കലക്ടർ മന്ത്രിക്ക് വേണ്ടി റീത്തൊക്കെ വെക്കില്ല. അതെ. അതുപോലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി അജയ് റായ് പോയി വച്ചതാണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അജയ് റായ്. ഗാന്ധി കുടുംബത്തിന് വേണ്ടി കൂടിയാണ് ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ഇതെങ്ങനെ ഈ ഗാന്ധി കുടുംബാവുന്നല്ലേ? അതെ. നെഹ്റു കുടുംബം അവകാശപ്പെടുന്നത് മുഴുവൻ ഗാന്ധി കുടുംബം എന്നാണ്. അതെ. ആ ഫിറോസ് ഗണ്ഡിയുടെ പേര് വെച്ചിട്ട്. പിന്നെ ഷിൻഡെ, നമ്മുടെ ഉപമുഖ്യമന്ത്രി മഹാരാഷ്ട്ര, അത്തവാലെ, ഗിരിരാജ് കിഷോർ, ഇവരൊക്കെ രാഹുലും പ്രിയങ്കയും സ്നാനം ചെയ്യാത്തതിനെ, പ്രയാഗ്രാജിൽ പോകാത്തതിനെ വിമർശിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാതിരിക്കുന്നത് ശരിയല്ല. ഉദ്ധവ് താക്കറേക്ക് എന്തായാലും പോകാമായിരുന്നു. ഉദ്ധവ് താക്കറെ പോകാതിരുന്നതും ശരിയായില്ല എന്ന് മഹാരാഷ്ട്ര BJP ഷിൻഡെ ശിവസേന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ കോൺഗ്രസ്സുകാരും പോയി മുങ്ങിയിട്ടുണ്ട്. അതെ, ഒരുപാട് കോൺഗ്രസ്സുകാർ പോയി മുങ്ങിയിട്ട്. ഇപ്പൊ ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോകുമ്പോഴാണല്ലോ ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷെ DK ശിവകുമാർ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ നിലപാട് ഇതാണ്, താനൊരു സനാതന വിശ്വാസിയാണ് എന്നുള്ള രീതിയിൽ പരസ്യമായി പറഞ്ഞിട്ട് തന്നെയാണ് ഇത്തരം ചടങ്ങിൽ പോകുന്നത്. മാത്രമല്ല അദ്ദേഹം അത് പിന്നെ എക്സിലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് പങ്കുവച്ചു, ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്നത്. അദ്ദേഹം അയോധ്യയിൽ പോകാനും ഒന്നും ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് സന്ദർശനങ്ങൾ ഇതിന് തൊട്ട് മുമ്പും ഒക്കെ നടന്നിരുന്നു. ഒരുപാട്, ഒന്നാമത് കോൺഗ്രസിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളിൽ ഭഗവാൻ അല്ലാതെ ആരാ ശിവകുമാറിന് ശരണം? അതെ, തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നതും കുതികാൽ വെട്ടുന്നതുമായ പാർട്ടിക്കുള്ളിൽ നിന്ന് എന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രി ആകേണ്ടിരുന്ന ആളായിരുന്നു. അതെ, സിദ്ധരാമയ്യയാണ് മല്ലികാർജുൻ ഖാർഗെ പിന്തുണച്ചത്. ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ 2 കൊല്ലം കഴിയുമ്പോഴും 3 കൊല്ലം കഴിയുമ്പോഴും മാറിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ആ മുത കുംഭകോണം വന്നു. അതില് 14 പ്ലോട്ട് പാർവതി സിദ്ധരാമയുടെ ഭാര്യയ്ക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും സിദ്ധരാമയ്യ രക്ഷപ്പെട്ടു, ഉരി പാർവതിയായി പ്രതിസ്ഥാനത്ത്. അപ്പൊ അതും വിജയിച്ചില്ല ശിവകുമാറിന്റെ നീക്കങ്ങൾ. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭഗവാൻ, പിന്നെ ഈ സദ്ഗുരു അല്ലേ, വിശ്വാസം, ഹിന്ദുമതം, ക്ഷേത്ര ദർശനം, ഇതൊക്കെ അല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷേ PCC അധ്യക്ഷ സ്ഥാനത്തും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്നതുകൊണ്ട് അത്ര നിസ്സാരനായിട്ട് നമുക്ക് DK കാണാനും പറ്റില്ല. അദ്ദേഹം ആണല്ലോ ഈ ഫണ്ട് റൈസർ എന്ന് പറയാം അല്ലേ? അതെ. അല്ല, അതുകൊണ്ട് തന്നെ ഈ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരൊന്ന് പേടിച്ചിരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ DK ശിവകുമാർ ഒരു തനി സ്വരൂപമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ അത് അപകടകാരിയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടല്ലോ. ഇപ്പം ശശി തരൂർ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഇവർ ഡൽഹി മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെ ആ യോഗം കൂടിയപ്പോൾ DK ശിവകുമാറിൻ്റെ അടുത്തൊരു മുന്നറിയിപ്പ് എന്ന നിലയിലേ പറയുന്നുള്ളൂ, അല്ലാതെ ശക്തമായ താക്കീതൊന്നും അല്ല കൊടുത്തത്. അത് ശരിയായില്ല, അങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഴകുഴമ്പൻ നിലപാടല്ലേ സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, സിദ്ധരാമയ്യക്ക് പേടിക്ക് വേറെയും കാര്യം ഉണ്ടാവുമല്ലോ. പറഞ്ഞു വരുമ്പോൾ സിദ്ധരാമയ്യയും ഹിന്ദു ആണല്ലോ. അപ്പൊ ശിവകുമാർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സിദ്ധരാമയ്യെ ഭഗവാനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ കൂടുതൽ ദൈവവിശ്വാസം ശിവകുമാറിനാണ്, ദൈവം ശിവകുമാറിന്റെ കൂടെയായിരിക്കുന്നുള്ളൊരു ഭയവും സിദ്ധരാമയ്യക്ക് കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.